കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അന്ന് മറ്റാരും ഇല്ലായിരുന്നെങ്കിൽ അവിടെ കിടന്നു തന്നെ തീർന്നേനെ പ്രീതി. ഇപ്പൊ വീണ്ടും പ്രീതി അവിടേക്ക് തന്നെ പറഞ്ഞേക്കാം. നന്നായിരിക്കുന്നു. ഇവളൊരുത്തിയുടെ വാക്ക് വിശ്വസിച്ച ഇത് ചെയ്യുന്നെങ്കിൽ അതിനൊരു ഗ്യാരണ്ടിയും വേണ്ട. മേനി നടിക്കാനും ആന്റിയുടെ പ്രീതി പിടിച്ചു പറ്റാനും വേണ്ടി ഇവൾ എന്തും ചെയ്യും. സ്വന്തായിട്ട് ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കി ആന്റിക്ക് മുന്നിൽ കള്ളം പറഞ്ഞു നിന്നവളാ ഈ ഇവള്. സുസ്മിതേ, പ്രീതിയെ വസുമതി ആന്റിയും കൂട്ടരും കിണറ്റി തള്ളിയിട്ടോ ഫാനിൽ കെട്ടി തൂക്കിയോ കൊല്ലില്ല എന്നുള്ളതിന് ആന്റിക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? പറഞ്ഞില്ലേ ആന്റി? ആന്റി ഇത് കണ്ടില്ലേ? ആന്റിയുടെ മുന്നേ വെച്ച വിഷ്ണുട്ടൻ എന്നെ അടിച്ചത്. ആന്റി വരാനോ പറഞ്ഞേ. അവള് കുറെ ദിവസമായി തുടങ്ങിയിട്ടും. മോളെ വാ, നമുക്ക് അകത്ത് പോവാം. വാ അങ്കിളെ. സുസ്മിതേ, പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാ ഞാൻ. പക്ഷേ നിന്നെ വിഷ്ണു തല്ലിയപ്പോ എനിക്ക് തടയാൻ തോന്നിയില്ല. കാരണം നീ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നു മോങ്ങാതെ പോടി. വാ. വെറുതെ എന്തിനാ കണ്ണീര് വേസ്റ്റാക്കുന്നത്? മകളെ പറഞ്ഞപ്പോ സത്യഭാമയ്ക്കും ചൊറിഞ്ഞു അല്ലേ? അടിയൊന്നു കൊണ്ടെങ്കിൽ എന്താ? പ്രീതിയെ പറ്റി ഒരിക്കലും അണയാത്തൊരു തീപ്പൊരി ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞു സത്യഭാമേ. ഇനി വസുമതി ആന്റി ചെറുതായിട്ടൊന്ന് ഊതിയാ മതി, അതാളി കത്തിക്കോളും. ഒപ്പം പെട്രോള് പകരാൻ ഈ സുസ്മിതയുണ്ടിവിടെ. എന്നോട് മോങ്ങാതെ പോകാൻ പറഞ്ഞവളിവിടെ കുത്തിയിരുന്ന് മോങ്ങുന്നത് ഞാൻ കാണും. ഇവിടെ വസുമതി ആന്റിയോ? നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ സുസ്മിതേ? ആ, ഇവിടെ ചില കണക്കുകൾ തീർക്കാനുണ്ട് ആന്റി. പിന്നെ ചില കാഴ്ചകൾ കാണാൻ. അല്ല, വസുമതി ആന്റിയുടെ ഒരു മകളുണ്ടായിരുന്നല്ലോ, ചിത്ര. അവള് വന്നില്ലേ കൂടെ? അവളെന്തിനാ? പ്രീതിയെ കൂട്ടിക്കൊണ്ടു പോവാൻ ഞങ്ങൾ രണ്ടാളും പോരെ? ആ, കൂട്ടിക്കൊണ്ടുപോവാൻ രണ്ടാളും മതിയാവും. പക്ഷെ അതിനു മുമ്പ് ഭാമാന്റി വിളിച്ച ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. സത്യഭാമ ആരെ ക്ഷണിച്ചിരിക്കുന്നത്? പ്രീതിയെ അയക്കുന്നത്
വലിയ ചടങ്ങായിട്ടാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആ, അയക്കുന്നത് വലിയ ചടങ്ങൊന്നുമല്ല. പക്ഷെ അതിന് മുമ്പൊരു ചടങ്ങുണ്ട്. അർജുനേട്ടനെ അറിയാം അല്ലേ അർജുനേട്ടാ? വാമേ, നമുക്കകത്തേക്ക് പോവാം. നിക്കടാ, എന്താ ഒരു ഒളിച്ചു കളി? സുസ്മിതേ, നീ പറ, എന്താ ഇവിടുത്തെ ചടങ്ങ്? അപ്പോ അർജുനേട്ടൻ ആന്റിയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അർജുനേട്ടൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അതും നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ വെച്ച്. എങ്കിലേ ഭാമാന്റി പ്രീതിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കൂ. അല്ല, അർജുനേട്ടനോടെല്ലാം പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. സത്യമാണോടാ ഞാൻ ഈ കേട്ടത്? അമ്മേ, അത് മനസ്സിലായി. നീ വാ. അമ്മേ, സത്യഭാമേ, നിങ്ങളുടെ മകൻ എനിക്ക് തന്ന അടി ഞാൻ നിങ്ങളുടെ മകൾക്ക് തിരിച്ചു കൊടുക്കാൻ പോവാ. മകൾക്ക് വേണ്ടി നിങ്ങൾ കരയും, ഈ ജീവിതകാലം മുഴുവൻ കരയും. സത്യഭാമേ, സത്യഭാമേ! അമ്മേ, അമ്മ ഞാനൊന്ന് പറയട്ടെ. നീ അങ്ങോട്ട് മാറടാ. സത്യഭാമേ, സത്യഭാമേ! കൊട്ടാരക്കെട്ടിലെ മട്ടുപ്പാവി കയറി ഇരിക്കാതെ ഇങ്ങ് താഴേക്ക് ഇറങ്ങി വാ സത്യഭാമേ. വസുമതി ഇരിക്കണം. ഇരിക്കാൻ രാഘവൻ നായരെ. നിങ്ങളുടെ ഭാര്യ ക്ഷണിച്ച അതിഥികളൂടെ ഒന്ന് എത്തിക്കോട്ടെ. ഞാൻ ക്ഷണിച്ച അതിഥികളോ? വസുമതി എന്തൊക്കെയാ പറയുന്നത്? എന്റെ മകൻ നിങ്ങളുടെ മകളുടെ കാല് പിടിക്കുന്നത് കാണാൻ നോട്ടീസ് അടിച്ച് നാട്ടുകാരെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അവരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. വസുമതി, ഞാനത് മതി സത്യഭാമേ, വിശദീകരണമൊന്നും വേണ്ട. പഴയതെല്ലാം മറക്കാനും പൊറുക്കാനും വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ അപമാനം വസുമതി ക്ഷമിക്കില്ല. വസുമതി ആന്റി, അങ്ങോട്ട് മാറി നിൽക്കണം. ഇനി നിന്റെ വക്കാലത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇവളൊരാള് കാല് വീണ് കെഞ്ചുന്ന പോലെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ഇനി അതില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഒരു വർഷത്തോളമായി പ്രീതി എന്റെ മകനെ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ഇവൾക്ക് 3 മാസം ഗർഭമുണ്ടെന്ന് പറഞ്ഞപ്പോ സർവവും മറന്ന് ഇവളെ സ്വീകരിക്കാൻ തയ്യാറായത് എന്റെ തെറ്റ്. അല്ല വസുമതി എന്തായി പറഞ്ഞു വരുന്നത്? ഒരച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല. എങ്കിലും തുറന്നു തന്നെ ചോദിക്കുക. കുഞ്ഞ് എന്റെ മകന്റെ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ആവശ്യമുള്ള സംസാരിക്കണ്ട. ചാടാതെ നിക്കട ചെക്ക. അനിയത്തിയുടെ കഴുത്തിലെ താലിയേറ്റ് വീഴാൻ തുടങ്ങുമ്പോ ചോരത്തിളപ്പ് ഇത്തിരി കുറയ്ക്കാം. നിങ്ങൾ വെറുതെ ക്ഷമിക്കുന്നതിന് അതിലുണ്ട്.
വിഷ്ണുവേട്ടാ ശാലിനി വിട്ടേ. വിടാൻ. വിഷ്ണുവേട്ടാ പറയുന്നത് കേൾക്കുന്നു. നാട്ടുകാർ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു കാര്യ രാഘവൻ നായരെ ഞാൻ ഈ പറഞ്ഞത്. രാഘവേട്ട, ഇവരുടെ വീട്ടിലേക്കല്ലേ പ്രീതി അയക്കണമെന്ന് രാഘവേട്ടൻ പറഞ്ഞത്. അഴുകി നാറുന്ന ഓടയേക്കാൾ ചീഞ്ഞ മനസ്സുള്ള ഈ സ്ത്രീയുടെ അടുത്തേക്ക്. അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീയും പ്രീതിയും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന്. ആ ഉപാധി ഞാനങ്ങ് പിൻവലിക്കുക. ഇനി പ്രീതിയെ നിന്റെ കൂടെ അയക്കണമെങ്കിൽ കാല് പിടിക്കേണ്ടത് പ്രീതിയുടെ അല്ല, എന്റെ. അമ്മ കാല് പിടിക്കേണ്ടയാൾ നീയുമല്ല, നിന്റെ അമ്മ വസുമതി. അങ്ങനെ കാല് പിടിച്ച് കരഞ്ഞ് കെഞ്ചി കൂടെ കൊണ്ടുപോവാൻ മുത്തും പവിഴവും വെച്ചുള്ള പെണ്ണല്ല സത്യഭാമയുടെ മകൾ. ചോരയും നീരും മാത്രമുള്ള വെറും ഒരു ചണ്ടി മാത്ര വയറും വീർപ്പിച്ച് നിൽക്കുന്ന ഈ പെണ്ണ്. വസുമതി, നിങ്ങൾ ഉപാധി മാറ്റിയ സ്ഥിതിക്ക് ഞാനും എന്റെ ഉപാധി മാറ്റിയ സത്യഭാമേ. പ്രീതി ഇനി അർജുൻ സ്വീകരിക്കണമെങ്കിൽ ആ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. അമ്മേ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചോര എന്റെ മകന്റേത് തന്നെയാണോ എന്ന് അറിയണം എനിക്ക്. സത്യം വിട്. ഭാമേ. ഭാമേ. എന്റെ മകളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ ഇവളുടെ ഈ വൃത്തികെട്ട നാമം പുറത്തേക്കിട്ട് ചവിട്ടി തേക്കി ഞാൻ. സത്യഭാമയുടെ മകളെ പറ്റി അങ്ങനെ ഒരു വാക്കുരിയാടാൻ ഒരു തർക്കം ധൈര്യം ഉണ്ടാവരുത്. ഞാനിവളെ പിടിച്ച് മാറ്റണം. ഭാമേ. വസുമതി, കൊല്ലും ഞാനിവളെ. ഞാനിവളെ കൊല്ലും. അതിനു മുന്നേ എന്നെ കൊല്ലമ്മേ. കണ്ടോടി വൃത്തികെട്ടവളെ, നീ ഇപ്പം മാനം കെടുത്താൻ ശ്രമിച്ച എന്റെ മകളാ നിന്റെ ജീവന് വേണ്ടി യാചിച്ചത്. ഇതിനാടി തറവാടിത്തെന്ന് പറയുന്നത്. അർജുൻ, കരിങ്കല്ല് കെട്ടി കടലിൽ താഴ്ത്തേണ്ടി വന്നാലും ഈ എന്റെ മകളെ ഞാൻ നിന്റെ ഒപ്പം അയക്കാൻ പോകുന്നില്ല. ഇവളെ നീ അങ്ങ് മറന്നേക്ക്. അമ്മേ, മിണ്ടരുത്, മിണ്ടരുത്. നീ പിടിച്ചോണ്ട് പോടാ നിന്റെ അമ്മേ, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. എന്നെ നിനക്ക് ചവിട്ടി പുറത്താക്കുവോ, കഴുത്ത ഞെരിച്ച് കൊല്ലുകയോ ചെയ്യാൻ സത്യഭാമേ. പക്ഷേ നിന്റെ മകളുടെ പരിശുദ്ധി തെളിയിക്കാൻ അതൊന്നും പോരാന്ന് വരും. പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. DNA ടെസ്റ്റ് നടത്തി റിപ്പോർട്ടുമായിട്ട് വാ, അപ്പ നോക്കാം ബാക്കി.
വാടാ. അമ്മേ, നിന്നോട് വരാനാ പറഞ്ഞത്. അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നത്? വാടാ ഇങ്ങോട്ട്. അമ്മ പറയട്ടെ. അമ്മ നടക്കടാ. അമ്മ, അമ്മ ഞാനൊന്ന് പറയട്ടെ. അമ്മ കേറടാ. കേറങ്ങോട്ട്. അമ്മേ, നീ മിണ്ടരുത്. ഇനിയുള്ളത് എന്റെ പെർഫോമൻസാ, ഒട്ടും കുറയ്ക്കണ്ട. മിണ്ടരുത് നീ. ഇപ്പോഴെന്തായി ആന്റി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? പ്രീതിയെ സ്വീകരിക്കാൻ വസുമതി ആന്റി സമ്മതിച്ചു എന്ന് ശാലിനി പറഞ്ഞപ്പോ തന്നെ ഞാൻ സംശയം പറഞ്ഞതല്ലേ? വസുമതി ആന്റി അങ്ങനെ ഒന്നും വഴങ്ങി തരില്ലെന്ന് നമുക്കറിയില്ലേ? ആന്റിയുടെ തലക്കടിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുന്നവരാ വസുമതി ആന്റി. വസുമതി ആന്റിയും ശാലിനിയും തമ്മിൽ എന്താ സംസാരിച്ചേ? അവർക്കിടയിലുള്ള ധാരണ എന്താന്ന് വല്ലോ നമുക്കറിയോ? നീ എന്താ പറഞ്ഞു വരുന്നേ? ഡാ, മാറി നിക്കേ, മാറി നിക്കടാ. അവള് പറയട്ടെ. അർജുനോട് പ്രീതിയുടെ കാല് പിടിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ വസുമതി ആന്റിയുടെ കാതിൽ ഓതി കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആയി വരില്ലായിരുന്നോ? സത്യം ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ഭാമ, അമ്മ. അമ്മ, നീ പകരം വീട്ടുകായിരുന്നു അല്ലടി? DNA ടെസ്റ്റ് എന്ന വാക്ക് അവരുടെ നാവിന്ന് വീണപ്പോഴേ എനിക്ക് മനസ്സിലായതാ. പിന്നിൽ കളിക്കുന്നത് നിന്റെ ബുദ്ധിയാണെന്ന്. ഭാമേ, നീ എന്തൊക്കെയായി പറയുന്നേ? രാഘവേട്ട, ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകൻ തന്നെയാണോന്നറിയാൻ DNA ടെസ്റ്റ് നടത്തണമെന്ന്. ആ പകയും വൈരാഗ്യവും ഇവള് മനസ്സിൽ സൂക്ഷിച്ചു. അവസരം കിട്ടിയപ്പോ അതേ ആയുധം ഇവളെന്റെ മകൾക്ക് നേരെ ഉപയോഗിച്ചു. കുനിയുന്നതേ സത്യഭാമയുടെ തലയാ. അമ്പട, ഇത് ഞാൻ വിചാരിച്ചതിലും വമ്പൻ ട്വിസ്റ്റായല്ലോ. സത്യം മിണ്ടിപ്പോരുത് നീ. ഇതെല്ലാം നീ ഉണ്ടാക്കിയ പ്രശ്നം എല്ലാം. അമ്മ, ശാലി ഒന്നും. പ്രീതി, നിന്റെ ജീവിതത്തിൽ കണ്ണീര് കലർത്തുന്നത് ഇവൾ ഒറ്റ എഴുത്തിയ. ഞാൻ വിലക്കിയിട്ടും അർജുനെയും നിന്നെയും കൂടി ഒരുമിപ്പിച്ചത്. നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ അത് ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പോ ഈ DNA ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞ് നാണം കെടുത്തുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ഇവളാ. ഇവളൊറ്റ ഒരുത്തി മാത്രം. ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചോ, നിന്റെ കാര്യം പറഞ്ഞ് ആരുടെയും കാല് പിടിക്കാൻ പോകുന്നില്ല ഈ സത്യഭാമ. അച്ഛനില്ലാതെ വളരാനാ നിന്റെ കുഞ്ഞിന് യോഗമെങ്കിൽ അതങ്ങനെ തന്നെ. അന്തസ്സായിട്ട് വളർത്തും ഈ സത്യഭാമ. പ്രീതി, സത്യമേ,
കടന്നു പോടി മുന്നീന്ന്. പോകാൻ. അമ്മേ, അവളൊന്നും അറിഞ്ഞതല്ല. നീ മിണ്ടരുത്. കുളം പിന്നെയും കലങ്ങി. ഇനി കുറച്ച് മീൻ പിടിക്കണം സുസ്മിതയ്ക്ക്. ആഹാ, എന്തൊരു മനസുഖം. ദേ കാശൊന്ന് വാങ്ങണേ. ആ ഇതാ വരുന്നു. ഇവിടെ കുറച്ച് സാമ്പാർ പറ. ആ മോളെ സാമ്പാർ കൊടുക്ക്. ശാരദാമ്മേ, എന്താ ശാന്തി താമസിച്ചത്? തിരക്ക് കൂടുതലുള്ള സമയമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരാതിരുന്ന ഞാൻ പെടുവേ. അയൽക്കൂട്ടത്തിന് പോകുന്ന കാര്യം ഞാൻ ശാരദാമ്മയോട് പറഞ്ഞിരുന്നതാണല്ലോ. ആ ചിട്ടിയുടെ കുറി ആർക്കാടി വീണത്? കൗസല്യക്ക്. ഇവിടെ ഒഴിക്കാനൊന്നും കിട്ടിയില്ല. ആ എടി, ഇത്തവണെങ്കിലും നറുക്ക് വീഴുമെന്ന് കരുതിയത്. അതും പോയി. നറുക്ക് വീണില്ലെങ്കിൽ എന്താ, ഇവിടുത്തെ കാര്യമായിരുന്നു അവിടുത്തെ സംസാര വിഷയം. ഇവിടെ കുറച്ച് ചോറ്. ശാന്തേച്ചി ഒന്ന് വന്ന് സഹായിക്കണേ. അവിടെ നിക്ക്. ഇവിടുത്തെ എന്ത് കാര്യം സംസാരിച്ചെന്നാ? തിരക്കൊന്ന് കുറയട്ടെ ശാരദാമ്മേ, ഞാൻ പറയാം. എടി, തൽക്കാലം ഇത് പറഞ്ഞിട്ട് പോയാ മതി. അത് ശാരദാമ്മേ, മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യത്തിലാണല്ലോ എല്ലാവർക്കും താല്പര്യം. നീ കാര്യം എന്താന്ന് പറയടി. അവിടെ എല്ലാരും പറയുവാ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ശാലിനി മോക്ക് വിശേഷമൊന്നും ആയിട്ടില്ലല്ലോ. എന്നോടാ ചോദ്യം, ഞാൻ എന്ത് മറുപടി പറയാനാ? ശാന്തേച്ചി ചെല്ല, പോയി നിന്റെ ജോലി ചെയ്യും. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരമ്മ അന്വേഷിക്കേണ്ടതാ അത്. ജോത്സനെ കണ്ട് ദാമ്പത്യ ബന്ധം തുടങ്ങാൻ പറ്റിയ നാള് മുഹൂർത്തം എഴുതി വാങ്ങിക്കണം.
പ്രീതി. എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല പ്രീതി. ആശ്വസിക്കാൻ ഇനി ഒന്നുമില്ല ശാലിനി. പ്രീതിയുടെ വിധി എന്താണെന്ന് മനസ്സിലായില്ലേ? ഭർത്താവിനൊപ്പം ഒരു ജീവിതം അതെനിക്ക് വിധിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ അച്ഛനില്ലാതെ വളർത്തേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്താ പ്രീതി ഇത്? അത്രയും സുദീർഘമായൊക്കെ പ്രീതി ചിന്തിച്ചു കളഞ്ഞു ഇതിനകം. നെഗറ്റീവ് ചിന്തകളാണല്ലോ തല നിറയെ. വേറെന്താ ശാലിനി സംഭവിക്കുക? വസുമതി ആന്റി അമ്മയും തമ്മിൽ നേരത്തെ തന്നെ ശത്രുതയില്ല. അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ വസുമതി ആന്റി പറഞ്ഞത്. അമ്മ വസുമതി ആന്റിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. ഈ ജന്മം അവർക്ക് പരസ്പരം ക്ഷമിക്കാൻ പറ്റുമോ? അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പ്രീതി. അർജുനേട്ടന്റെ കുഞ്ഞ പ്രീതിയുടെ വയറ്റിൽ വളരുന്നേ. അത് നിഷേധിക്കാൻ പറ്റോ വസുമതി ആന്റിക്കോ സത്യാമ്മയ്ക്കോ? അതിലും സംശയം പറഞ്ഞില്ലേ വസുമതി ആന്റി? DNA ടെസ്റ്റ് വേണമെന്ന്. ശരി, DNA ടെസ്റ്റ് നടന്നു എന്ന് തന്നെ വിചാരിക്കാം. അതിലിപ്പോ എന്താ തെളിയുന്നേ? കുഞ്ഞ് അർജുനേട്ടന്റെ തന്നെയാണെന്നല്ലേ? പിന്നെ ഇവര് രണ്ടാളും ഒന്നിക്കുന്നതിന് ലോകത്ത് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? DNA ടെസ്റ്റ് നമുക്ക് കൂടുതൽ ബലമാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ അമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ശാലിനി. അതൊരു അപമാനമായിട്ട് എനിക്കും തോന്നുന്നത്. അത് വസുമതി ആന്റി പ്രസന്റ് ചെയ്ത രീതി വെച്ച് തോന്നുന്നത്. ഞാൻ പറഞ്ഞ രീതിയിൽ വിഷ്ണുവേട്ടനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന ബ്ലഡിൽ നിന്ന് കുഞ്ഞിന്റെ പിതൃത്വം അറിയാം. മോഡേൺ മെഡിസിനിലെ ഏറ്റവും ആധുനികമായ സമ്പ്രദായം അത്. പേടിയുടെ പ്രശ്നമല്ല, അമ്മ അത് അംഗീകരിച്ചു തരണ്ടേ? ശരി, വസുമതി ആന്റി DNA ടെസ്റ്റിന് വാശി പിടിച്ച നമുക്ക് മുന്നിൽ വേറെന്താ വഴി? ചിന്തിച്ചു നോക്കിയേ. പരിശോധന നടത്തില്ല എന്ന് പറഞ്ഞ നമ്മൾ എന്തോ കള്ളത്തരം കാണിക്കുന്നല്ലേ അവര് വിചാരിക്കുക. പ്രീതിയെ വീട്ടിൽ കയറ്റാതിരിക്കുന്നതിന് മതിയായ കാരണമാവുകയും ചെയ്യും. ഈ കാരണം പറഞ്ഞു തന്നെ അവർക്ക് അർജുനേട്ടന് വേറെ കല്യാണവും ആലോചിക്കാം. കേൾക്കുന്ന നാട്ടുകാർ നമ്മളെ കുറ്റം പറയും. അർജുനേട്ടനും പ്രീതിയും ഒരിക്കലും ഒന്നിക്കാതിരിക്കാൻ വഴിമരുന്നിട്ട് കൊടുക്കുകയാവും നമ്മള്. സർ, സത്യമേ, പൊന്നി, ഇപ്പൊ ശല്യപ്പെടുത്തണ്ട. നീ അവിടെ വെച്ചേക്ക്. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മൾ വസുമതി ആന്റിയായിട്ട് വീണ്ടും സംസാരിക്കുന്നു. ആന്റിയുടെ ഉപാധി അംഗീകരിച്ചാ പിന്നെ ആന്റിക്ക് പ്രീതിയെ സ്വീകരിക്കാതിരിക്കാനാവില്ലല്ലോ. പക്ഷെ ശാലിനി, അമ്മ വസുമതി ആന്റിയുടെ ഉപാധികള് നമ്മൾ അംഗീകരിക്കുന്ന വിവരം സത്യാമ്മ അറിയുന്നില്ല, അറിയാൻ പാടില്ല. ഒക്കെ ശരി, പക്ഷെ അമ്മ അറിയാതെ എങ്ങനെയാ? വസുമതി ആന്റിയെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ചുണ്ടാക്കുന്ന ധാരണകള് നമ്മൾ മാത്രമേ അറിയൂ. പക്ഷെ അതിനു മുമ്പ് വസുമതി ആന്റിയുമായിട്ട് സംസാരിക്കാൻ സത്യാമ്മയുടെ അനുവാദം വാങ്ങണം. പക്ഷെ അമ്മയുടെ മനസ്സൊന്ന് തണുത്തിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെയല്ല, ഇപ്പൊ തന്നെ സംസാരിക്കണം.